ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശാരദ കുസൈൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതൊരു കിട്ടിലും ടേസ്റ്റ് ഒരു പെപ്പർ ചിക്കൻ ആണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ പെപ്പർ ചിക്കൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ട് അതൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു 2-3 അല്ലിയോളം വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് അത് ഇട്ട് കൊടുത്തിട്ട് അതിനൊന്ന് വഴറ്റിയെടുത്ത ശേഷം ഒരു 3 സവോള സൈസായി അരിഞ്ഞത് അതിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ വഴറ്റിയെടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പെട്ടെന്ന് ഉള്ളി വഴണ്ട് കിട്ടുകയും ചെയ്യും. ഇനി ഉള്ളിയൊക്കെ ഇതുപോലെ ഒന്ന് വഴണ്ട് വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, വീട്ടിൽ പൊടിച്ച കുരുമുളകാണ് കേട്ടോ. കുരുമുളക് പൊടിയല്ല, നമ്മൾ കുരുമുളക് വാങ്ങിയിട്ട് വീട്ടിൽ പൊടിച്ചതാണ്. അപ്പോൾ നല്ല എരിവുണ്ടാവും, ഫ്രഷാണ് കേട്ടോ കുരുമുളക്. അതെല്ലാം ഇട്ട് കൊടുത്ത ശേഷം ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല, അതും വീട്ടിൽ പൊടിച്ചാണ്. അപ്പോൾ നല്ല ഫ്ലേവർ ഉണ്ടാവും. അതിട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 കിലോ ബോൺലെസ് ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്താണ്. അതിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ വെള്ളം ഒഴിക്കാൻ പാടില്ല. ഇത് തന്നെ വെള്ളം തെളിഞ്ഞ് വരണ്ട. കാരണം നമ്മൾ തൈര് ഒഴിച്ചിട്ടുണ്ടല്ലോ, ആ തൈരിൽ തന്നെ വെള്ളമൊക്കെ ആ ചിക്കനിൽ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും. ഇനി അധികം വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി തൈരിലെ ഗ്ലാസിൻ്റെ കുറച്ച് വെള്ളം, ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് കറക്റ്റ് പാകമാണ് കേട്ടോ. ഈ വെള്ളം 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഒന്നുകൂടെ അടച്ച് വയ്ക്കാം. ഇതുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാനായതുകൊണ്ട് അടി പിടിക്കില്ല. നമ്മൾ ഒഴിച്ച എണ്ണ തന്നെയാണ് കേട്ടോ. അതായത് നമ്മൾ കൂടുതൽ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. അപ്പം ചിക്കനൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് ഉള്ളിയൊക്കെ നന്നായി ഉടഞ്ഞ് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള കുരുമുളക് ചതച്ചതാണ്, വീട്ടിൽ പൊടിച്ചതാണ്. അപ്പോൾ നല്ല എരിവുണ്ടാകും. നമ്മുടെ പെപ്പർ ചിക്കൻ ആകുമ്പോൾ ആ ഒരു കുരുമുളകിൻ്റെ ഫ്ലേവർ മുന്തി നിൽക്കണം. അപ്പോൾ ഇതുപോലെ ആകുമ്പോൾ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് എല്ലാവരെയും ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞ് കുറച്ച് കറിവേപ്പില ഇട്ട് കഴിഞ്ഞ് നമ്മുടെ കിടിലൻ ടേസ്റ്റുള്ള നമ്മുടെ പെപ്പർ ചിക്കൻ ഇവിടെ റെഡി കേട്ടോ. ഇത് എല്ലാത്തിനും അടിപൊളി കോമ്പിനേഷനാണ്. ഞാനിവിടെ പുട്ടിൻ്റെ കൂടെയാണ് കേട്ടോ ഇത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ അടിപൊളി ടേസ്റ്റ് കേട്ടോ. മക്കളൊക്കെ കഴിച്ചിട്ട് നല്ല ഒത്തിരി ഇഷ്ടമായി അവർക്ക്. അതുപോലെ തന്നെ ഇടിയപ്പത്തിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും എല്ലാത്തിനും ചേരും കേട്ടോ പെപ്പർ ചിക്കൻ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.